30-31 തിരിയിടങ്ങളിൽ വിശുദ്ധ ബൈബിളിൽ ദൈവം പറയുകയാണ്. അവിടുന്ന് താഴ്ന്നവന് ബലം നൽകുന്നു, ദുർബലന് ശക്തി നൽകുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാൾ, എന്നാൽ ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ നമ്മെ രക്ഷിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടായെന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. കർത്താവായ യേശുവിൽ നീ ആശ്രയിച്ചാൽ നിന്റെ ജീവിതങ്ങൾ വിലയുള്ള ജീവിതമാണ് എന്ന് നിനക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കാൻ തയ്യാറായാൽ നിന്റെ ജീവിതം വിലപ്പെട്ട ഒരു ജീവിതം നിനക്ക് തിരിച്ചറിയാൻ പറ്റും. പ്രിയപ്പെട്ട മകനെ, മകളെ, ഇന്ന് ഒരുപക്ഷെ നീ ഇന്ന് സങ്കടങ്ങളിലൂടെ, ഒരുപക്ഷെ ആത്മഹത്യ ചിന്തകളിലൂടെ, നിരാശകളിലൂടെ എല്ലാം ഇന്ന് നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിന്നെ രക്ഷിക്കാൻ, നിന്റെ ജീവിതത്തെ ബലപ്പെടുത്താൻ, നിന്റെ തളർച്ചയിൽ നിനക്ക് ആശ്വാസം നൽകാൻ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശുദ്ധ ബൈബിളിൽ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണ്, നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിന്റെ ജീവിതങ്ങൾ രക്ഷയുടെ ജീവിതമായി മാറാൻ, നിന്റെ ജീവിതം അനുഗ്രഹിക്കുന്ന ഒരു ജീവിതമായി മാറാൻ നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ടായി എന്ന് നീ തിരിച്ചറിയണം. നിന്റെ ജീവിതത്തിൽ ഞെരുക്കങ്ങളും പ്രതിസന്ധികളും അതുപോലെ തന്നെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രത്യേകമായ അപകർഷതാ ബോധങ്ങളിലൂടെ, തകർച്ചകളിലൂടെ എല്ലാം നീന്ന് കടന്നു പോകുന്നുണ്ടായെങ്കിൽ മദ്യമോ മയക്കുമരുന്നോ അല്ലെങ്കിൽ MDMA പോലെയുള്ള മാരക വിഷവസ്തുക്കളോ ഇതൊന്നും അല്ല നിന്റെ ജീവിതത്തിന് ശക്തി നൽകുന്നത്. നിന്റെ ജീവിതത്തിൽ ബലം നൽകുന്ന ഇതൊന്നുമല്ല. നിന്റെ ജീവിതത്തിൽ ബലം നൽകണമെങ്കിൽ ബലം നൽകുന്ന ദൈവം നിന്റെ കൂടെ വേണം. നിന്റെ ജീവിതത്തിൽ ബലം നൽകുന്ന ദൈവം, ആ ദൈവമാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ആ യേശു ക്രിസ്തുവിന്റെ നാമം നീ വിളിച്ചപേക്ഷിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാണ്. ആ യേശുവിൽ വിശ്വസിക്കണം. വിശുദ്ധ ബൈബിളിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ റോമയിലെ സഭയോട് 10-ാമത്തെ അധ്യായം 9-ാമത്തെ വചനം പഠിപ്പിക്കുന്നുണ്ട്. യേശു കർത്താവാണ് എന്ന് അതിനെ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചു എന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ നീ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഇന്ന് നീ രക്ഷപ്പെടാനുള്ള, അനുഗ്രഹം പ്രാപിക്കാനുള്ള വഴി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക. ആ യേശു ക്രിസ്തു മരണത്തെ പരാജയപ്പെടുത്തി